ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. ആറാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്രിസ്മസ് എക്സാം ഹാഫ് ഇയർലി, നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ആൻസർ കീ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രം നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം മാവ്, കശുമാവ് എന്നിവയിലെ പൂക്കൾ നിരീക്ഷിക്കൂ. ഈ പൂക്കളും ഇവയുടെ ഫലങ്ങളും താരതമ്യം ചെയ്ത് സാമ്യ വ്യത്യാസങ്ങൾ എഴുതുക. മാവും കശുമാവും കേട്ടോ. ബി, ലഘുഫലങ്ങളായ മാങ്ങയുടെയും പാവയ്ക്കയുടെയും ചിത്രങ്ങളാണ് താഴെ. മാങ്ങ, പാവയ്ക്ക ഇവ നിരീക്ഷിച്ച് വിത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നതിനുള്ള കാരണം എഴുതുക. അപ്പോൾ നമുക്ക് എ, ബി, സി സംയുക്ത ഫലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എടുത്തെഴുതുകയാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ഉത്തരം നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒന്ന് എ, ബി, സി ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ, രണ്ടിലും പൂക്കൾ കുലകളായിട്ടാണ് കാണുന്നത്. മാവിൽ അണ്ടാശയം വളർന്ന് ഫലമായി മാറുന്നു. കശുമാവിൽ പൂഞ്ഞെട്ട് വളർന്ന് ഫലമായി മാറുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ, മാമ്പൂവിൻ്റെ അണ്ടാശയത്തിൽ ഒരു ഓവ്യൂളും പാവൽപ്പൂവിൻ്റെ അണ്ടാശയത്തിൽ ധാരാളം ഓവ്യൂളുകളും കാണപ്പെടുന്നു. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 മാത്രം ശരിയാണ്, അതായത് ഇത് മാത്രം കേട്ടോ. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന ഒരു ഫലം, അതായത് ഈ 3 ശരിയായത്. അപ്പോൾ എ, ബി, സി കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരങ്ങൾ ഇതാണ്. ഒന്നിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക ആവശ്യമുള്ളവർ, ഒന്നിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, 2-ലെ എ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. വ്യത്യസ്ത വസ്തുക്കളും തന്മാത്രകളുടെ വ്യത്യസ്ത ക്രമീകരണ രീതിയുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പട്ടിക പരിശോധിക്കൂ. ശരിയായ ക്രമീകരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്ന് എഴുതുക. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഐസ് ആണ്, ഒന്ന് ബിയിലേക്ക് മാർക്ക് ചെയ്യുക. 2 സി, വെള്ളം സിയിലേക്ക് മാർക്ക് ചെയ്യുക. ദെൻ 3 നീരാവി എയിലേക്ക് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയത്. ഇനി നമുക്കിതിൽ ബിയും സിയും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബി ക്വസ്റ്റ്യൻ, ജലത്തിലും ഐസിലും തന്മാത്രകളുടെ ക്രമീകരണവും അവയുടെ ആകൃതിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് എഴുതുക. സി എന്താ? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കൂ. പ്രസ്താവന 1, വായു ഒരു മിശ്രിതമാണ്. പ്രസ്താവന 2, കാർബൺ ഡൈ ഓക്സൈഡ് ശുദ്ധപദാർത്ഥമാണ്. ഈ പ്രസ്താവനകൾ ശരിയാണോ? എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്താണെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ എ, ബി, സിയിൽ ബിയും സിയും നമുക്ക് നോക്കാം. എയുടെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ബിയുടെ ആൻസർ, ജലതന്മാത്രകൾ അകന്നിരിക്കുന്നതിനാൽ ജലത്തിന് നിശ്ചിത ആകൃതിയില്ല. ഐസിൽ തന്മാത്രകൾ അടുത്തിരിക്കുന്നതിനാൽ ഐസിന് നിശ്ചിത ആകൃതിയുണ്ട്. സിയുടെ ആൻസർ ശരിയാണ്. വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങി വിവിധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതിനാൽ അത് മിശ്രിതമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു, അതിനാൽ അത് ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ എ, ബി, സിയുടെ ആൻസർ കഴിഞ്ഞു. ഇനി 2 ആണ് കേട്ടോ. 2-ന് നമുക്കൊരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ബി 2ബിയുടെ എ നോക്കാം. മിശ്രിതങ്ങളിൽ നിന്ന് ഘടകപദാർത്ഥങ്ങൾ വേർതിരിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ വേർതിരിക്കുന്നതിനായി ഘടകപദാർത്ഥങ്ങളുടെ ഏത് സ്വഭാവമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ എയുടെ ഉത്തരം നോക്കാം കേട്ടോ ആദ്യം. അപ്പോൾ എയിൽ ആദ്യ ചിത്രത്തിൻ്റെ ആണത്, ഭാരത്തിലുള്ള വ്യത്യാസം. ബി ചിത്രത്തിൻ്റെ ആൻസർ, വലുപ്പത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ലയനത്തിലുള്ള വ്യത്യാസം. അതിൽ സി ചിത്രത്തിൻ്റെ ആൻസർ, ഭാരത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഡി, വലുപ്പം, നിറം എന്നിവയിലെ വ്യത്യാസം. ഇനി നമുക്ക് ബി ആണ്. ബി എന്താണ് ചോദ്യം എന്ന് നോക്കാം. ഇതാണ് ചോദ്യം കേട്ടോ. ഉപ്പും മണലും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കുന്നത് എങ്ങനെ? അപ്പം അതിൻ്റെ ഉത്തരമാണ് ബിയുടെ ആൻസർ ആണ്. മിശ്രിതം വെള്ളത്തിൽ ലയിപ്പിച്ച് മണൽ അരിച്ചെടുക്കുക. ഉപ്പുവെള്ളം ബാഷ്പീകരിച്ച് ഉപ്പും വെള്ളവുമായി വേർതിരിക്കുക. ഇനി സിയുടെ ആൻസർ, ശർക്കരയിൽ നിന്നും കല്ല് വേർതിരിക്കാൻ കഴിയുന്നതിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ലയിക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ഓപ്ഷൻ സി. അപ്പൊ 2ബിയുടെ എ, ബി, സി 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ 2ബിയുടെ ആൻസേഴ്സ് ആണിത്. 2ബിയുടെ ആൻസേഴ്സ്. ഇനി 3-ന് നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 3A ആദ്യ ചോദ്യം, 1 മാത്രമായാൽ ജാതിമരം കായ്ക്കുന്നില്ല, കാരണം എഴുതുക. ഉത്തരം, ജാതിമരം ഏകലിംഗ സസ്യമാണ്.
ബി. പൂക്കളുടെ പ്രത്യേകതകളും അവയുടെ പരാഗണകാരികളും അടങ്ങിയ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, പരാഗണകാരിയുടെ താഴെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കാറ്റ്, പ്രത്യേകത ഭാരം കുറഞ്ഞ പരാഗരേണുക്കൾ. അടുത്തത് പൂവില് ഈ ഡി കോളം ഫില്ല് ചെയ്യുക, അത് മുല്ല. പിന്നെ ഈ സീഡ് അവിടെ നിറം, മണം, തേൻ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് സി. പരാഗണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന 2ഉം 3ഉം ശരിയാണ്. ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രം നടക്കുന്നു. 3 ദ്വിലിംഗ സസ്യങ്ങളിൽ സ്വപരാഗണവും പരപരാഗണവും നടക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതില്. ഇനി അല്ലെങ്കിൽ നമുക്ക് 3B ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിത്രത്തിലെ ഭാഗങ്ങൾ എഴുതാനാണ്. എ പരാഗണ സ്ഥലം, ബി ഓവ്യൂള്, സി പുഷ്പാസനം. ഇനി ബി ക്വസ്റ്റ്യൻ. ബീജസങ്കലനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു, ഇവ ക്രമപ്പെടുത്തി എഴുതുക. അപ്പൊ ക്രമപ്പെടുത്തിയതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം എഴുതേണ്ടത് പരാഗരേണു പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. 2 പരാഗരേണു ജനിതണ്ടിലൂടെ ഒരു നാളിയായി വളരുന്നു. 3 നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തുന്നു. 4 പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്നു. ഇനി 4A. കാന്തത്തിന്റെ പ്രത്യേകതകൾ പ്രയോജനപ്പെടുത്തി ചൂണ്ടയുടെ അടുത്തേക്ക് വരുന്ന മത്സ്യത്തിന്റെ ഒരു കളിപ്പാട്ടം നിർമ്മിക്കണം. കാന്തം, ചൂണ്ടക്കൊളുത്ത് എന്നിവ ഉണ്ട്. ആവശ്യമായ മറ്റ് സാമഗ്രികൾ ഉൾപ്പെടുത്തി നിർമ്മാണ രീതി എഴുതുക. ബി ക്വസ്റ്റ്യൻ എന്താ? കാന്തങ്ങളുടെ ക്രമീകരണം ശ്രദ്ധിക്കൂ. ഏതെല്ലാം ക്രമീകരണത്തിലാണ് കാന്തങ്ങൾ ആകർഷിക്കുന്നത്? ഏതെല്ലാം ക്രമീകരണത്തിലാണ് കാന്തങ്ങൾ വികർഷിക്കുന്നത്? എന്തുകൊണ്ട്? അപ്പോൾ ഇതിന്റെ ആൻസർ പറയാട്ടോ. 4A 4B ആണ് ഇനി നോക്കണത്. 4Aയുടെ ആൻസർ ആണിത്. 4Aയുടെ ആൻസർ കേട്ടോ. ആൻസർ ക്വസ്റ്റ്യന്റെ കൂടെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് 4Aയുടെ ആൻസർ. ഒരു ചെറിയ കാർഡ്ബോർഡ് കഷ്ണം മത്സ്യത്തിന്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. ഈ മത്സ്യത്തിന്റെ വായ ഭാഗത്ത് ഒരു ചെറിയ ഇരുമ്പ് ക്ലിപ്പ് അല്ലെങ്കിൽ ഇരുമ്പ് തകിട് ഒട്ടിക്കുക. ഒരു വടിയുടെ അറ്റത്ത് ചൂണ്ടക്കൊളുത്ത് ഉറപ്പിക്കുക. ചൂണ്ടക്കൊളുത്തിൽ ഒരു കാന്തം ഘടിപ്പിക്കുക. ഇനി ചൂണ്ട കാർഡ്ബോർഡ് മത്സ്യത്തിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാന്തത്തിന്റെ ആകർഷ ശക്തി കാരണം ഇരുമ്പ് ക്ലിപ്പുള്ള മത്സ്യം ചൂണ്ടയുടെ അടുത്തേക്ക് വരും. ഇനി 4B. 4Bയുടെ കാന്തങ്ങളുടെ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഏതൊക്കെ ആകർഷിക്കും? ചിത്രം 1ഉം 3ഉം ആകർഷിക്കും, 2ഉം 4ഉം വികർഷിക്കുന്നു. അതിന്റെ ആൻസർ വരുന്നത് വിപരീത ധ്രുവങ്ങൾ. വിപരീത ധ്രുവങ്ങൾ പറഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും കേട്ടോ. നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും പരസ്പരം ആകർഷിക്കുകയും സമാന ധ്രുവങ്ങൾ, ഓക്കെ, നോർത്ത് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് സൗത്ത്, സമാന ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുകയും ചെയ്യുന്നു എന്ന കാന്തിക തത്വം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി 5A. കളിക്കുന്നതിന് ഇടയിൽ വീണുപോയ കൂട്ടുകാരന് കൈ അനക്കാൻ ബുദ്ധിമുട്ടും വേദനയും അനുഭവപ്പെട്ടു. ഈ ഭാഗം അനക്കാതെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കണം. അതിനു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ മാർഗം എന്ത്? ആവശ്യമായ സാമഗ്രികളും ചെയ്യേണ്ട വിധവും എഴുതുക. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ. ആരോഗ്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ എല്ലുകളുടെ ആരോഗ്യത്തിനായി ഇലക്കറികൾ, മുട്ട, പാൽ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്തായിരിക്കാം കാരണം? അപ്പൊ 5Aയും Bയും നോക്കാം. 5ന്റെ Aയുടെ ഉത്തരമാണ്. നമുക്കിത് ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ 2 പലക കഷ്ണങ്ങൾ, കാർഡ്ബോർഡ് അല്ലെങ്കിൽ മടക്കിയ പത്രം, മാഗസിൻ, കെട്ടാൻ ഉപയോഗിക്കുന്ന ബാൻഡേജ്, തുണിക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ കയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പരിക്കേറ്റ ഭാഗത്തിന് അനുയോജ്യമായ നീളത്തിലും വീതിയിലുമുള്ള പലക കഷ്ണങ്ങൾ, സ്പ്ലിന്റ്, കണ്ടെത്തുക. പലക കഷ്ണങ്ങൾ പരിക്കേറ്റ ഭാഗത്തിന്റെ ഇരുവശങ്ങളിലായി വെക്കുക. തുണി കഷ്ണങ്ങൾ ഉപയോഗിച്ച് പലക കഷ്ണങ്ങൾ അനങ്ങാത്ത രീതിയിൽ കെട്ടുക. കെട്ടുകൾ മുറുക്കരുത്, രക്തയോട്ടം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റ ഭാഗം ഒരു സ്ലിംഗ് ഉപയോഗിച്ച് കഴുത്തിൽ തൂക്കിയിടുന്നത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി അതിന്റെ ബിയുടെ ആൻസർ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ നോക്കിയത് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ A ആണ്. ഇനി 5B. എല്ലുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും കാൽഷ്യം അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തിന് വൈറ്റമിൻ D ആവശ്യമാണ്. പാലുൽപ്പന്നങ്ങൾ, മുട്ട, ഇലക്കറികൾ എന്നിവ കാൽഷ്യത്തിന്റെയും വിറ്റമിൻ ഡിയുടെയും പ്രധാന ഉറവിടങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലുകളുടെ ആരോഗ്യത്തിനായി ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ഡോക്ടർ നിർദ്ദേശിച്ചത്. 5B കഴിഞ്ഞാൽ 6ാമത്തെ ചോദ്യമാണ്. നമുക്കിവിടെ ജന്തുകോശത്തിന്റെയും അതുപോലെ തന്നെ സസ്യകോശത്തിന്റെയും ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. 6ാമത്തതിന്റെ A ചോദ്യം. ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി കാണുന്ന ഭാഗങ്ങൾ എഴുതുക. ഏതൊക്കെയാ? ന്യൂക്ലിയസ്, കോശദ്രവ്യം, കോശസ്തരം, റൈബോസം, ഫേനം.
ബിയുടെ ആദ്യ ചോദ്യം, പ്രോട്ടീൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന കോശാംഗം ഏത്? റൈബോസോം. 2, കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കോശഭാഗം ഏത്? ന്യൂക്ലിയസ്. സി, ജീവികളുടെ കോശങ്ങളുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ നമുക്ക് 1ഉം 4ഉമാണ് ശരി കേട്ടോ. എല്ലാ ജീവികളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. ദെൻ കോശത്തിന് വേണ്ട ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന മൈറ്റോകോൺട്രിയയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ 6ന്റെ ഉത്തരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ 6 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ, അതായത് നമ്മൾ ആൻസറും ക്വസ്റ്റ്യനും വേറെ വേറെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൗസ് ചെയ്ത് വെച്ച് ക്വസ്റ്റ്യൻ നമ്പറും സബ് ക്വസ്റ്റ്യൻ നമ്പറും നോക്കിയിട്ട് വേണം കേട്ടോ ആൻസർ എഴുതണമെങ്കിൽ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.